മന്ത്രി എന്ന നിലയിൽ കെഎസ്ആർടിസിയെ നവീകരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും കെഎസ്ആർടിസി മാറ്റത്തിന്റെ പാതയിലാണെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കേരളത്തിലെ ആദ്യ രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി നിർമ്മാണോദ്ഘാടനം കെഎസ്ആർടിസി എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150-ലധികം പുതിയ നിയമനങ്ങൾ ഉടൻ കെഎസ്ആർടിസിയിൽ ഉണ്ടാകും. ഒഴിവുകൾ അപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്തുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന RVSF പ്രവർത്തനം തുടങ്ങിയാൽ 200 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റായി ലഭിക്കുക. ഇത് കെഎസ്ആർടിസിയുടെ തന്നെ നവീകരണത്തിന് ഉപയോഗിക്കും. അഴിമതിക്ക് സാധ്യതകളേറെയുള്ള ഈ പദ്ധതി പൂർണ്ണമായും അഴിമതിരഹിതവും സുതാര്യവുമായിരിക്കും നടപ്പിലാക്കുക. സ്ക്രാപ്പ് ചെയ്യുന്നവ മലിനീകരണമില്ലാതെ പൂർണ്ണമായും യന്ത്രവൽകൃതമായി ഹൈഡ്രോളിക് പ്രസ് സംവിധാനം ഉപയോഗിച്ച് ക്യൂബിക്കിളാക്കി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതി അനുസരിച്ച് കെഎസ്ആർടിസി വാഹനങ്ങളുടെ റെക്സിൻ, ഗ്ലാസ് മുതലായവ ഉൾപ്പെടുന്ന 500 ടൺ മാലിന്യം നീക്കം ചെയ്തതായും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് തന്നെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഗതാഗത സംവിധാനം കെഎസ്ആർടിസിയാണെന്നും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ വഴിയാണ് സ്പെയർ പാർട്സ് സംബന്ധമായ ഓർഡറുകളും മറ്റും നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർക്ക് IDTRൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനം നൽകി കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ 200 കോടി രൂപ KSRTC കേരള സർക്കാരിന് സബ്സിഡിയായി കിട്ടും. ഈ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി തുടങ്ങി എന്ന് പറഞ്ഞ് ഏതാണ്ട് 19 കോടി രൂപ ആദ്യം തന്നെ വാങ്ങിച്ചു. അതാർക്കും പ്രയോജനപ്പെട്ടില്ല. അത് PWDക്ക് എടുത്തു കൊടുത്തു. ഇത്തവണ ഒരു 60 കോടി കിട്ടും എന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ധനകാര്യ വകുപ്പിന് കത്തെഴുതി. ഇത്തരത്തിൽ കിട്ടുന്ന പൈസ ട്രാൻസ്പോർട്ട് വകുപ്പിന് തന്നെ വേണം. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പോലുള്ള വകുപ്പുകൾ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിക്ക് ഇത് കൊടുക്കണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള റേഷ്യോ, KSRTC ഇത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ അനുസരിച്ച് ഇത് വിഭജിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC 21 കോടി രൂപ കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് KSRTC ഈ എയർ കണ്ടീഷൻ ചെയ്തതും ആധുനികമായ വണ്ടികളുടെ അഡ്വാൻസ് കൊടുത്തതും വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണ ഒരു പൈസയും കിട്ടാതെ പോയി. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പൈസ വരുന്നുണ്ട്, തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 കോടിയോളം നമുക്ക് കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം വാങ്ങി തുടങ്ങിയത്. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. KSRTC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ സ്വാഗതം പറഞ്ഞു. RVSFന്റെ ലോഗോ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രകാശനം ചെയ്തു. KT ജലീൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചെലവിൽ എടപ്പാൾ KSRTC ഡിപ്പോയിൽ നിർമ്മിച്ച യാർഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി KSRTC ജീവനക്കാരന്റെ അസുഖബാധിതനായ മകന്റെ ചികിത്സാർത്ഥം ജീവനക്കാർ സ്വരൂപിച്ച 9.5 ലക്ഷം രൂപയും ചെക്കും മന്ത്രി കൈമാറി. KSRTCയും സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി നടപ്പിലാക്കുന്ന RVSF എടപ്പാളിൽ യാഥാർത്ഥ്യമാകുന്നതോടെ സർക്കാർ ഉടമസ്ഥയിലുള്ള വാഹനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളോടെ പഴയ വാഹനങ്ങൾ ഇവിടെ പ്രകൃതി സൗഹൃദമായി സ്ക്രാപ്പ് ചെയ്യാൻ സൗകര്യമുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. ഗായത്രി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP ശ്രീജിത്ത്, വാർഡ് മെമ്പർമാരായ CV സന്ധ്യ, PK ദേവി, സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ബിനു കൃഷ്ണൻ, സന്ദീപ് കൃഷ്ണൻ, ഫാസിൽ ഹബീബ്, KSRTC വർക്ക്സ് മാനേജർ VK സന്തോഷ് കുമാർ, വിവിധ യൂണിയൻ പ്രതിനിധികൾ, KSRTC മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും പഠിക്കാൻ തക്ക രൂപത്തിൽ ഒരു ഡിപ്ലോമ എന്നുള്ള നിലയിൽ ഒരു സംവിധാനം, ഒരു അക്കാദമി പോലെ IDTRനോട് അനുബന്ധമായിട്ട് സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. ഹെവി വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യവും KSRTCയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇവിടെ നമ്മൾ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി രജിസ്റ്റേർഡ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള RVSF നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിക്കാനിരിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം
വിഷമിക്കേണ്ട, പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും പേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Paymand, making it easy. Valanjeri, phone 9526 001 003.